പാലക്കാട് യാക്കരയിൽ വയോധികയുടെ മാല മോഷ്ടിച്ച പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് പോലീസ്. വീടിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആൾ തന്നെയാണ് മോഷ്ടാവെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി വീടിൻ്റെ സിറ്റൗട്ടിൽ വിശ്രമിക്കുകയായിരുന്ന വിജയലക്ഷ്മിയുടെ മാല മോഷ്ടിച്ചു കൊണ്ടുപോയി. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഏതാണ്ട് 7:30 കൂടിയാണ് ഈ മോഷണം നടക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളം ഭീകരമായിരുന്നു ആ മോഷണം എന്നുള്ളത്. കാരണം ആ അമ്മ വീടിന് മുന്നിൽ വിശ്രമിക്കുകയായിരുന്നു, അവരുടെ സിറ്റ് ഔട്ടിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് പുറകിലൂടെ വന്ന ഈ വീടിന്റെ പുറകു ഭാഗത്തെ മതിൽ വഴി കടന്നു വന്ന മോഷ്ടാവ് ഈ മാല പറിച്ചുകൊണ്ട്, നിഷ്കരുണം പറിച്ചുകൊണ്ട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഈ അമ്മ ബഹളം വെക്കുകയും കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോവുകയും ചെയ്തു. ഈ വീട്ടിൽ ആ സമയത്ത് ആളുകളുണ്ടായിരുന്നു. റോഡിന് നേരെ മുന്നിലാണ് ഈ വീടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, യാക്കര പാലത്തിന് സമീപത്ത് തന്നെയാണ് ഈ വീടിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ നിരന്തരം കടന്നു പോകുന്ന സമയമാണ്. എന്നിരിക്കെയും അവിടെ കയറി മോഷണം നടത്താൻ ആ മോഷ്ടാവ് കാണിച്ച ധൈര്യത്തെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഈ വീട് വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ്. സമീപ വീടുകളിലെയും കടകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന്, ഈ മാല നഷ്ടമായ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ആ അമ്മ വലിയ പാനിക്കായിരിക്കുകയാണ്. നമ്മൾ അവരുമായി സംസാരിക്കാൻ ഇപ്പോൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ ഒരു മെന്റൽ ട്രോമ അവർക്ക് അത് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു അനുഭവമല്ലല്ലോ അത്. സ്വാഭാവികമായിട്ടും അവർ ആ തരത്തിലുള്ളൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 5 പവന്റെ മാലയാണ്. പാലക്കാട് സൗത്ത് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അധികം വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. എന്തായാലും ഈ കുറ്റവാളി വേഗം കണ്ടെത്തട്ടെ. ഒരു വീട്ടമ്മയ്ക്ക് സുരക്ഷിതമായി അവരുടെ വരാന്തയിൽ ഇരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉരുത്തിരിയാൻ പാടില്ല നമ്മുടെ നാട്ടിൽ.